ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോപണ പ്രത്യാരോപണങ്ങളാൽ മുഖരിതമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് UDF സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ UDF നേതാക്കൾ എപ്പോഴും LDFനെതിരെ എന്ത് ആയുധമിറക്കുമ്പോഴും എന്ത് പ്രചാരണം നടത്തുമ്പോഴും LDF തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വയനാടിനായി കോൺഗ്രസ് പിരിച്ച പണം എവിടെ? ആ പണത്തിന്റെ ഒരു കണക്ക് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് കണക്ക് പറയുന്നത്. പക്ഷേ ആ കണക്ക് വരെ തട്ടിപ്പാണെന്നാണ് LDF ആരോപിക്കുന്നത്. വയനാടിനായി കോൺഗ്രസ് പിരിച്ച പണത്തിൽ നിന്നും 5 കോടി രൂപ ചെലവഴിച്ച് ഭൂമി വാങ്ങിയെന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മീഡിയ വണ്ണിനോട്. അവിടെ വീടിന്റെ നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നൽകിയ വാഗ്ദാനം പാലിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ആദ്യം 3 കോടി രൂപയ്ക്കാണ് ഭൂമി വാങ്ങിയതെന്ന് പറഞ്ഞ സണ്ണി ജോസഫ് 5 കോടി എന്ന് പറഞ്ഞതിലൂടെ തട്ടിപ്പ് നടന്നു എന്നാണ് വ്യക്തമാകുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും നുണ പറയുന്നുവെന്നും ഗോവിന്ദൻ ആരോപിച്ചു. ഇത് കോൺഗ്രസ് പാർട്ടി സ്വന്തം നിലയിൽ കളക്ട് ചെയ്ത സമാഹരിച്ച ഫണ്ട് കൊടുത്തുകൊണ്ട് 5 കോടി രൂപയുടെ സ്ഥലം തന്നെ മേടിച്ചിട്ടുണ്ട്. അതിന് കണക്ക് ജനങ്ങൾക്കറിയാം. അവിടെ കയറി കുടിലേറ്റാൻ വന്നാൽ അതൊക്കെ അവരുടെ ആഭാസമാണ്. ഇന്ന് രാവിലെ KPCC പ്രസിഡന്റ് ഒരു വെളിപ്പെടുത്തൽ നടത്തി. അവരിതേവരെ പറഞ്ഞത് 3 കോടി റുപ്യ ചിലവാക്കി ഞങ്ങൾ ഭൂമി വാങ്ങിയിട്ടുണ്ട് എന്നാണ്. ഏതായാലും 3 കോടി റുപ്യയുടെ സ്ഥലം വാങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ പറയുന്നത് 5 കോടി റുപ്യയുടെ സ്ഥലം വാങ്ങിയെന്നാണ്. ആധാരം ഉൾപ്പെടെ കൃത്യമായിട്ട് പരിശോധിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ പറഞ്ഞ 3 കോടി എത്തുന്നില്ല. അപ്പോൾ ആദ്യം ഈ സ്ഥലം വാങ്ങുന്നത് മുതൽ ഇവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ തട്ടിപ്പ് തുടങ്ങിയിരിക്കും. 5 കോടി റുപ്യ ചിലവാക്കി എന്ന് പറയുമ്പോൾ 3 കോടി റുപ്യ മാത്രമേ ഭൂമിക്ക് ചിലവായിട്ടുള്ളൂ. അത് കൃത്യമായിട്ട് രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ടുള്ള രേഖയുണ്ട്.